ആരോഗ്യമന്ത്രി മന്ത്രിയുടെ പണിയെടുക്കട്ടെ. ഈ കൊച്ചമ്മ അല്ലെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന കൊച്ചമ്മയ്ക്ക് മാത്രമാണ് കഴിഞ്ഞ 10 വർഷമായി എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി പിടിക്കുന്നു എന്ന് മനസ്സിലാവാത്തത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ബിൻസീർ ജീവന് വേണ്ടി ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ ഗേറ്റടച്ച് അല്ലെങ്കിൽ ചികിത്സ നിഷേധിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ഓരോ മനുഷ്യരും കുഴിവരിച്ചു മരിക്കുന്നു, ആളുകൾ ലിഫ്റ്റിൽ കുടുങ്ങുന്നു. അങ്ങനെ ചികിത്സ നിഷേധം കൊണ്ട് ആളുകൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ പ്രതിഷേധിക്കാതിരിക്കാൻ, വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാതിരിക്കാൻ ഞങ്ങൾ ഡിവൈഎഫ്ഐയും അല്ല, ഞങ്ങൾ SFIയും അല്ല, ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ആണ്. കേരളത്തിൽ ഒരു നീതി നിഷേധം ഉണ്ടായാൽ അവിടെ കരിങ്കൊടിയുമായി വരുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുറെ പാർട്ടി നേതാക്കൾക്ക്, വളരെ ചുരുങ്ങിയ ആളുകൾക്ക് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ടായിരുന്നു. പക്ഷെ ഒരു ഭരണപക്ഷത്തുള്ള മന്ത്രി തന്നെ പറയുന്നത് 10 കൊല്ലമായി യൂത്ത് കോൺഗ്രസ് തെരുവിലുണ്ട് എന്ന്, കരിങ്കൊടി കാണിക്കുന്നു എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അംഗീകാരമാണ്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തന്നതിന് ഈ മന്ത്രിയോട് അകമഴിഞ്ഞ സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ നമ്മൾ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് ആരോഗ്യമന്ത്രി നമ്മളെ പഠിപ്പിക്കുന്നു. യൂത്ത് കോൺഗ്രസിനെ സമരം ചെയ്യാൻ ആരോഗ്യമന്ത്രി പഠിപ്പിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി അറിയാം ഇല്ലേ? അത് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലമായി ഞങ്ങൾ സമരരംഗത്തുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ആരോഗ്യമന്ത്രി എന്ത് ചെയ്യുന്നു? ആരോഗ്യമന്ത്രി മന്ത്രിയുടെ പണിയെടുക്കട്ടെ. ഈ കൊച്ചമ്മ അല്ലെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന കൊച്ചമ്മയ്ക്ക് മാത്രമാണ് കഴിഞ്ഞ 10 വർഷമായി എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി പിടിക്കുന്നു എന്ന് മനസ്സിലാവാത്തത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കേരളത്തിലെ ഓരോ ജനങ്ങളും നമുക്ക് തന്നത്. കരിങ്കൊടി പിടിച്ച് ജയിലിൽ കിടന്ന ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരനെയും വലിയ ഭൂരിപക്ഷത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ജയിപ്പിച്ചിട്ടത്. ഇപ്പോഴും ഈ മന്ത്രി കൊച്ചമ്മ വിചാരിക്കുന്നത് വീണ്ടും 5 വർഷം കഴിഞ്ഞാൽ അധികാരത്തിൽ വരുമെന്നാണ്. അത് അധികാരത്തിനോടുള്ള ആർത്തി കൊണ്ട് വെറുതെ തോന്നുന്നതാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ദീർഘമായി ഒന്നും കടന്നു പോകുന്നില്ല. ഇവിടെ മന്ത്രി എന്തായിരുന്നാലും യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ അംഗീകരിച്ചതിന്റെ പേരിൽ ഞങ്ങളൊരു ചെറിയ ബൊക്ക അല്ലെ, ഒരു സമ്മാനം മന്ത്രി കൊടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സാധാരണ ബൊക്കയാണ്. നമുക്ക് ശിവൻകുട്ടി വാങ്ങിച്ച അല്ലെ AVP-ക്കാർ കുറെ ബൊക്കയുമായി ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പേ. RSSന്റെ PMC പദ്ധതി നടപ്പിലാക്കിയതിന് നന്ദി സൂചകമായി ഒരു ബൊക്ക RSSകാർ AVP-ക്കാർ ശിവൻകുട്ടിയുടെ വീട്ടിൽ കൊടുത്തു. അതുപോലെ ഒരു ബൊക്കയില്ല. ഇനി മന്ത്രിക്ക് ഞങ്ങൾ ബൊക്ക കൊടുക്കുന്നു എന്ന് തലക്കെട്ടത്തിൽ നിങ്ങൾ വെറുതെ കൊടുക്കൽ. ഇത് ആരോഗ്യമന്ത്രി ഞങ്ങളുടെ സമരത്തെ അംഗീകരിച്ചതിനുള്ള ഒരു സമ്മാനമായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സമ്പൂർണ്ണ പരാജയമാണ്, ഒരു തർക്കവും വേണ്ട. അപ്പം ശിവൻകുട്ടിയൊക്കെയാണ് നമ്മളെ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത് അല്ലേ? പ്രതിപക്ഷ നേതാവിനെ പഠിപ്പിക്കണം. ശിവൻകുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പൂച്ച പ്രസവിക്കുന്നതാണ് ഇല്ലേ? പ്രസവിക്കുന്നതാണ് ശിവൻകുട്ടിയുടെ. പൂച്ചയ്ക്ക് വേണ്ടിയാണ്, പൂച്ചയുടെ മൗലിക അവകാശത്തിന് വേണ്ടിയും പൂച്ചയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു എന്നതൊക്കെയാണ് ശിവൻകുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത്. എന്തായിരുന്നാലും ഈ പൂച്ച പെറ്റു തള്ളുന്നത് പോലെ പിന്നെ നേമത്ത് ഇവിടെ താമര പെറ്റു തള്ളുന്നതിനെ കുറിച്ച് ശിവൻകുട്ടി മനസ്സിലാക്കിയത് നന്നായിരിക്കും. പറവൂരിലെ പാവപ്പെട്ട VD സതീശൻ എന്തായിരുന്നാലും RSSനും ഇതുപോലുള്ള താമരയൊന്നും പെറ്റു വളർത്താനൊന്നും അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശിവൻകുട്ടി പോവുകയാണ്. അപ്പോൾ അത്തരത്തിൽ ശിവൻകുട്ടിക്ക് AVP കൊടുത്തതുപോലുള്ള ഒരു ബൊക്കയല്ല ഇത്. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ അംഗീകരിച്ചതിന്റെ പേരിൽ 10 കൊല്ലമായി നിരന്തരമായി സമരത്തിലാണ് എന്ന് ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രി തന്നെ പറഞ്ഞ സന്തോഷം ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്.